ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ജവ്വരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. 1 മണിക്കൂറോളം നമ്മുടെ ജവ്വരി വെള്ളത്തിലിട്ട് വെക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ്, ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ ആ നെയ്യിൽ തന്നെ നമ്മളെ സേമിയ വലിയ സേമിയ ആണെങ്കിൽ അതൊന്ന് ഒന്നുകൂടി പൊട്ടിക്കണമായിരുന്നു. എനിക്കിതൊന്നും കൂടി പൊട്ടിക്കണമായിരുന്നു തോന്നിയിട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ വലിപ്പം കൂടിയിരുന്നു. എന്നാലും സാരമില്ല. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 1 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടോ. അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എനിക്ക് കണക്കൊന്നും പറയാൻ അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ കുക്കിങ്ങിൽ. ഇപ്പം നമ്മളപ്പോൾ എൻ്റെ ഒരു കയ്യിനനുസരിച്ച് ഞാൻ ഒഴിക്കാറുണ്ട്. എനിക്കൊരു തോന്നലിനനുസരിച്ചാട്ടോ ഒഴിക്കാറ്. അപ്പോൾ ഞാനതങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം പാല് അടിയിൽ പിടിക്കും, കുറേ പാലില്ലാണ്ട് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുവേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിർത്തിയ ജവ്വരി ഇല്ലേ, അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെറും ജവ്വരി മാത്രം നമ്മുടെ പാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5-10 മിനിറ്റോ വെന്താൽ അത് കുക്കാവും കേട്ടോ. കാരണം നമ്മൾ പുതിർത്തിയതല്ലേ, അപ്പോൾ വേഗം വേവ് കേട്ടോ. അപ്പോൾ അതും ഇട്ടാലും നമ്മൾ കൈ വിടാതെ ഇളക്കണം. സേമിയ പായസത്തിനൊക്കെ മെയിൻ ഇളക്കൽ തന്നെ കേട്ടോ. കാരണം പാല് അടിയിൽ പിടിക്കും, കുറേ പാലില്ലോണ്ട് അടിയിൽ പിടിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെന്തോ നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊക്കെ. അപ്പോൾ കമൻറ്റിൽ പറയും വേണം അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ പറയും വേണേ. അപ്പോൾ ഇനിയൊക്കെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോസൊക്കെ ഇടാം നീ അങ്ങനെ കരുതുന്നുണ്ട്. മനസ്സിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അപ്പത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് എനിക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ കൈക്കുള്ള മൈൻഡൊക്കെ പോകും കേട്ടോ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് അത് കുക്കായതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സേമിയല്ലേ അതും അതിക്കിട്ട് കൊടുക്കുക. അതോ 2-5 മിനിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സേമിയ വറുത്തതല്ലേ, അപ്പോൾ 5 മിനിറ്റൊക്കെ ആവും കേട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ അതും ഇട്ടാലും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം പാല് തിളച്ച് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം ഈ സേമിയ പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മെയിൻ നോക്കേണ്ടത് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സഹായിക്കാനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, എടുത്താന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഞാനത് സേമിയ വെന്ത് കഴിഞ്ഞ ശേഷം മാത്രമേ മധുരം ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സേമിയ വേഗം താമസം പിടിക്കുക. അപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം അതും നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ ഒരു പാലൊന്ന് കുറുകി വരട്ടെ എഴുതിയിട്ടാണ്, കുറച്ച് കട്ടിയിലിരിക്കട്ടെ എഴുതിയിട്ട്. അപ്പോൾ അതിന് നല്ല തിളപ്പിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ കുറുകാനും ഇഷ്ടമല്ല, എന്നാൽ ഇങ്ങനെ വെള്ളം പോലെ ആവണതും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം. അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണോ, വെള്ളം പോലെ വേണമെങ്കിൽ വെള്ളം പോലെ ഇതാക്കാം. എനിക്ക് അങ്ങനെ അത്ര ഇതില്ല. അപ്പോൾ ഞാനതങ്ങനെ ഇറക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയ ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 സ്പൂൺ ഒരു മിൽക്ക് മെയ്ഡ് വലിയൊരു ബോട്ടിലാണ്, അതിൻ്റെ ഒരു പകുതിയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ അറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഒരു 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.